ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പ്രത്യക്ഷീകരണ തിരുനാൾ അഥവാ പൂജ രാജാക്കന്മാരുടെ തിരുനാൾ. അവർ യാത്രയിലാണ്. സ്വയം പരിത്യജിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. എങ്ങോട്ടാണെന്ന് അവർക്കറിയില്ല. രക്ഷകനെ കാണണം, അവിടുത്തെ ആരാധിക്കണം, അവിടത്തേക്ക് മുമ്പിൽ കാഴ്ചകൾ സമർപ്പിക്കണം. ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ പൂജ രാജാക്കന്മാരായ ബൽത്താസർ, ഗാസ്പർ, മെൽക്കിയോർ എന്നിവർ പേർഷ്യക്കാരായിരുന്നു. സംഖ്യാശാസ്ത്രവും ജ്യോതിശാസ്ത്രവുമൊക്കെ ഉടലെടുത്തത് പേർഷ്യയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നീതിസൂര്യനായ ഒരു രക്ഷകൻ ജനിക്കുമെന്നുള്ളത് അവരുടെ വിശ്വാസമായിരുന്നു. ആയതിനാൽ അസാധാരണമായൊരു നക്ഷത്രം കണ്ട് പൗരസ്ത്യ ദേശത്ത് നിന്ന് ഈ 3 രാജാക്കന്മാർ ഇറങ്ങിത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഇറങ്ങിവരവ് എല്ലാവരുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. രാജകൊട്ടാരങ്ങളിൽ നിന്ന് കാലിത്തൊഴുത്തിലേക്ക്, ആർഭാടങ്ങളുടെ കൊട്ടാരങ്ങളിൽ നിന്ന് ലാളിത്യത്തിൻ്റെ പുൽക്കൂട്ടിലേക്ക് ഒരു ഇറങ്ങിവരവ് ആവശ്യമാണെന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രാജകൊട്ടാരത്തിൻ്റെ ആർഭാടങ്ങളിൽ നിന്ന്, പാണ്ഡിത്യത്തിൻ്റെ ഉന്നതികളിൽ നിന്ന്, അഹങ്കാരത്തിൻ്റെ വശ്യതയിൽ നിന്ന് ഒക്കെ ഒരു ഇറങ്ങിവരവ് ആവശ്യമാണ്. സമ്പത്തിൽ നിന്ന്, സുഖത്തിൽ നിന്ന്, ആർഭാടങ്ങളിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, പൊങ്ങച്ചങ്ങളിൽ നിന്നൊക്കെ ഒരു ഇറങ്ങിവരവ് ആവശ്യമായി വന്നാൽ അത് സാധ്യമാക്കിക്കൊണ്ട് യേശുവിനെ ആരാധിക്കാനായി നാം കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ യേശുവിനെ കാണാൻ ഇറങ്ങിത്തിരിച്ചവർ ആദ്യം എത്തുന്നത് ഹെറോദേസിൻ്റെ രാജകൊട്ടാരങ്ങളിലാണ്. കാരണം അവരുടെ യാത്രാമധ്യേ രാജകൊട്ടാരത്തിൻ്റെ വശ്യതയിൽ അവർ പ്രലോഭനം കൊണ്ട് വീണു പോകുന്നു. അതിൻ്റെ അഴകിലും അകാരഭംഗിയിലും ആർഭാടങ്ങളിലും അതിൻ്റെ വശ്യതയിലുമൊക്കെ പ്രലോഭനം കൊണ്ട് 3 രാജാക്കന്മാർ ആദ്യം എത്തിയത് ഹെറോദേസ് രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. പിന്നീടാണ് വചനം വായിക്കുകയും പ്രവാചക ഗ്രന്ഥങ്ങളെടുത്ത് തുറന്നു നോക്കുകയും ചെയ്തപ്പോൾ അവർ തിരിച്ചറിയുന്നത് യേശു ജനിച്ചിരിക്കുന്നത് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണെന്നാണ്. അങ്ങനെ അവർ യഥാർത്ഥമായ വഴി തിരഞ്ഞെടുക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതയാത്രയിലും പലപ്പോഴും പ്രലോഭനങ്ങൾ കടന്നു വരാറുണ്ട്. സാധാരണക്കാരായ ജനങ്ങളിലും സമർപ്പിതരിലുമൊക്കെ ഇങ്ങനെ ജീവിതയാത്രകളിൽ പ്രലോഭനങ്ങളൊക്കെ കടന്നു വരാറുണ്ട്. വിശുദ്ധ ഗ്രന്ഥവും പ്രാർത്ഥനയും തപശ്ചര്യവും കൊണ്ട് ഈ പ്രലോഭനങ്ങളെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു യാത്ര നമുക്കും സാധ്യമാകണം. ഇങ്ങനെ പ്രലോഭനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തിന്മകൾക്ക് വശംവദരാകാതെ ജീവിച്ചാൽ തീർച്ചയായിട്ടും ക്രിസ്തുവിനെ ആരാധിക്കാൻ കഴിയുമെന്ന് ഈ പൂജ രാജാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നക്ഷത്രങ്ങളെ കണ്ട്, ആ നക്ഷത്രങ്ങളിലെ ദൈവികത കണ്ട് നക്ഷത്രത്തിൻ്റെ പിന്നാലെ പോകുന്ന പൂജ രാജാക്കന്മാർ. പ്രിയപ്പെട്ടവരെ, ഈ നക്ഷത്രം ലോകത്തിന് മുഴുവൻ ദൃശ്യമായിരുന്നു. പക്ഷേ അവരൊക്കെ കാണാതെ പോയ ആ നക്ഷത്രത്തിലെ ദൈവികത കാണാൻ ഈ 3 രാജാക്കന്മാർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ക്രിസ്തു ജനിച്ച സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിച്ചു. പലപ്പോഴുമൊക്കെ പല നക്ഷത്രങ്ങളൊക്കെ നമ്മുടെ ജീവിത വഴിത്താരയിലുമൊക്കെ കടന്നു വരാറുണ്ട്. പ്രാർത്ഥനാ കൂട്ടായ്മകളായി, മാതാപിതാക്കളായി, മതാധ്യാപകരായി, വൈദികരായി, സിസ്റ്റേഴ്സായി, നല്ല ചങ്ങാതിമാരായൊക്കെ നല്ല നക്ഷത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവികത പകർന്നു നൽകാൻ കടന്നു വരാറുണ്ട്. പലപ്പോഴും ആത്മീയത നൽകുന്ന പ്രഭാഷണങ്ങളും കൗദാശിക ജീവിതമൊക്കെ നല്ല നക്ഷത്രങ്ങളായി നമുക്ക് മുമ്പിൽ കടന്നു വരാറുണ്ട്. പക്ഷെ അതിലുള്ള ദൈവികത ദർശിക്കാതെ, ആ നക്ഷത്രങ്ങളിലെ ആത്മീയത ദർശിക്കാതെ നാം ഒക്കെ വഴിമാറി പോകുന്നവരായി മാറിയിട്ടില്ലേ? ദൈവത്തെ കാണാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് സഹായകനെ നൽകും. ഇന്ന് പൂജ രാജാക്കന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, അവർ ദൈവത്തെ കാണാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം സഹായകനായി നൽകിയത് നക്ഷത്രങ്ങളെയാണെങ്കിൽ ഈ ലോക സൃഷ്ടികളിൽ മുഴുവൻ ദൈവം വസിക്കുന്നുണ്ട്, ദൈവം സഹായകനായി അയക്കുന്നുമുണ്ട്. ആയതിനാൽ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ കടന്നു വരുന്ന നക്ഷത്രങ്ങളിലെ ദൈവികത ദർശിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി, ക്രിസ്തുവിനെ കണ്ടെത്തുന്നവരായി നമുക്ക് മാറാൻ കഴിയട്ടെ. ഭൂമിയിൽ പാദങ്ങളൂന്നി നക്ഷത്രങ്ങളെ നോക്കി ചരിച്ചവരാണ് 3 രാജാക്കന്മാർ.
ഈ ദിവസങ്ങളിലാണല്ലോ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളുകൾ നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ആഘോഷിക്കുക. ഭൂമിയിൽ പാദങ്ങളൂന്നി തൻ്റെ കണ്ണുകളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി നിൽക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപങ്ങൾ നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ ദൃശ്യമാണ്. ഭൂമിയിൽ പാദങ്ങളൂന്നി ജീവിക്കുമ്പോഴും ഭൂമിയുടെ സ്വന്തമാകാതെ നമ്മുടെ കണ്ണുകളും നമ്മുടെ മനസ്സുമൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ നക്ഷത്രങ്ങളെ നോക്കി നടന്ന പൂജരാജാക്കന്മാരെ പോലെ നടക്കാൻ നമുക്കും സാധിക്കണം. ലോകത്തിൻ്റെ ആർഭാടങ്ങളിലേക്കോ ലോകത്തിൻ്റെ വശ്യതയിലേക്കോ വശംവദരാകാതെ സ്വർഗത്തിലേക്ക് ലക്ഷ്യമിട്ട് സ്വർഗത്തെ മുന്നിൽ കണ്ട് ചരിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും പറയാനുള്ളത്, ഈ പൂജരാജാക്കന്മാർ വന്ന വഴിയെയല്ല തിരികെ പോയത് എന്നുള്ളതാണ്. അവർ വന്ന വഴിയെയല്ല തിരികെ പോയത്. ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവർ പുതിയ വഴികൾ തിരഞ്ഞെടുക്കുന്നു. അവർ നന്മയുടെ വഴികൾ തിരഞ്ഞെടുക്കുന്നു. ക്രിസ്തുവിനെ സ്വന്തമാക്കിയതിൻ്റെ ജീവിതങ്ങൾ അവർ കണ്ടെത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പൂജരാജാക്കന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ക്രിസ്തുവിനെ ആരാധിക്കാനുള്ള വലിയ മനസ്സുണ്ടാക്കിയെടുക്കാം. സ്വയം എളിമപ്പെട്ടുകൊണ്ട് ആർഭാടങ്ങളിൽ നിന്ന്, നമ്മുടെ സുഖലോലുപതയിൽ നിന്ന്, നമ്മുടെ തിന്മ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഇറങ്ങി വരാൻ കഴിയട്ടെ. ഭൂമിയിലെ ആർഭാടങ്ങളിലേക്ക് നോക്കാതെ, പ്രലോഭനങ്ങൾക്ക് വശംവദരാകാതെ ദൈവത്തിലേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി നടക്കുന്നവരായിട്ട് മാറാം. ഇനി ജീവിതത്തിൽ ഒരു പുതിയ മനുഷ്യനായി ക്രിസ്തുവിലേക്കൊരു മടക്കയാത്ര നടത്താം. നമ്മുടെയൊക്കെ ഇടവക അൾത്താരയിലെ സക്രാരിയിൽ നിന്ന് നാം എത്രമാത്രം അകന്നു പോയിട്ടുണ്ടോ, എത്രമാത്രം നമ്മൾ അകന്നു ജീവിക്കുന്നുണ്ടോ, ഇനിയൊരു മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കാം. എന്നിട്ട് ക്രിസ്തുവിനെ ആരാധിക്കാം, പരിശുദ്ധമായ കൂദാശകൾ സ്വീകരിക്കാം. ഈ പൂജരാജാക്കന്മാരുടെ തിരുനാൾ അതിനുള്ള അനുഗ്രഹമായി നമുക്ക് മാറട്ടെ.